മനസ്സിൽ എന്നും മഹിയേട്ടൻ മാത്രമേ ഉണ്ടാവൂ. അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ അവസാനിക്കുന്നിടത്തോളം അങ്ങനെ തന്നെ ആവണമെന്ന എന്റെ ആഗ്രഹവും. മഹി, നീ എന്തീ കാണിച്ചത്? എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. എന്റെ മാളുവിന് അമ്മയായിട്ട് വേണ്ടത് ഗംഗയാണ്. അവൾ എന്നോട് ആവശ്യപ്പെടുന്നത് അതാണ്. എന്റെ മനസ്സിലും ഗംഗയാണ്. അവളൊരു അപകടത്തിലേക്ക് ചാടാൻ ഞാൻ സമ്മതിക്കില്ല. നകുലിന് എനിക്ക് വിശ്വാസമില്ല. ഗംഗയെ അവൻ നശിപ്പിക്കും. നീ ചെയ്തത് ചതിയാണ്. നിന്റെ മകളുടെ ഇഷ്ടത്തിന് വേണ്ടി, നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ എല്ലാവരെയും ചതിച്ചു. എന്തിനായിരുന്നു മഹി ഈ നാടകമല്ല? നിശ്ചയം കഴിഞ്ഞ് ഇത്രയും നാള് നിങ്ങളുടെ വീട്ടിൽ തന്നെ താമസിപ്പിച്ചതും, എന്റെ മകൾക്ക് വാക്ക് കൊടുത്തതും, ആഗ്രഹം കൊടുത്തതും എന്തിനു വേണ്ടിയായിരുന്നു? ഇത്രയും നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കാനോ? എല്ലാവരുടെയും മുന്നിൽ പരിഹസിക്കപ്പെട്ട് നിൽക്കാനോ? ഞാനിനി എന്റെ മോളെ എന്താ ചെയ്യണ്ടേ? അതുകൂടി നീ പറഞ്ഞതോ? അല്ലെങ്കിലും മഹിയേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതെ, ഇതിപ്പോ വിളിച്ചു വരുത്തിയവരെ അടക്കം എല്ലാവരെയും അപമാനിച്ചില്ലേ? മഹിയേട്ടൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു.
എനിക്ക് വേണ്ടിയാ. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? അതോടെ പറഞ്ഞതാ. നിങ്ങൾ അച്ഛനും മകൾക്കും സന്തോഷമായി, ഗംഗയ്ക്കും ജീവിതമായി, എനിക്കോ ഈ മണ്ഡപത്തിൽ തന്നെ ജീവിതം അവസാനിപ്പിച്ചാ മതിയോ ഞാൻ? വർഷങ്ങളോളം മഹേട്ടിനെ മാത്രം മനസ്സിൽ കൊണ്ട് നടന്ന് തപസ് ചെയ്യും പോലെ മഹേട്ടിന് വേണ്ടി കാത്തിരുന്നു. എല്ലാം ഈ വിഡ്ഢിവേഷം കെട്ടാൻ വേണ്ടിട്ടായിരുന്നോ? ഇതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഗംഗ എന്റെ പെണ്ണ. മഹി കെട്ടിയ താലി മഹി തന്നെ അഴിച്ചെടുക്കണം. ഗംഗയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കോളാം. അല്ല, ഇനിയിപ്പോ താലി കെട്ടിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. അല്ലെങ്കിൽ ഇത്തരം ആചാരങ്ങളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മുത്തശ്ശി ഗംഗ എന്റേതാണെന്ന് വാക്ക് തന്നപ്പോഴേ ഞാൻ ഗംഗയെ ഭാര്യയായി മനസ്സുകൊണ്ട് അംഗീകരിച്ചതാ. അതിൽ എനിക്കിനി ഒരു മാറ്റവും ഇല്ല. ഗംഗ എന്റെ ഒപ്പം വന്നോളൂ. ശ്രേയ മഹിയോടൊപ്പം ജീവിച്ചോളൂ. ഗ്രഹനിലയും നാളും പൊരുത്തം എല്ലാം നോക്കി നിശ്ചയിച്ച മുഹൂർത്തമാണ്. താലി കെട്ടിയത് കൃത്യസമയത്താണ്. അത് ഉടനെ അഴിക്കുന്നത് പാപമാണ്. ഞാൻ ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടിയത് അഴിക്കാനും വേണ്ടിയല്ല. ഇങ്ങനൊരു സമയം വരെ ഇതെല്ലാം കൊണ്ടെത്തിച്ചതിന് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെയൊരു തീരുമാനം ഞാൻ മുമ്പേ എടുക്കേണ്ടതായിരുന്നു. ഞാനതിനു വേണ്ടി ശ്രമിച്ചതുമാണ്, പക്ഷേ സാധിച്ചില്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഇവിടെയുള്ളവരെല്ലാവരും പറഞ്ഞേക്കാം. പക്ഷെ ഇതിലേറ്റവും സന്തോഷിക്കുന്നത് എൻ്റെ മകളും ആളുമാണ്. അവൾക്ക് വേണ്ടി ഇത്രയെങ്കിലും എനിക്ക് ചെയ്യണം. എൻ്റെ മോളെ പോലെ തന്നെ ഗംഗയും മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട്. വേറെ ആരെല്ലാം ഞാൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഗംഗ ഒരിക്കലും അത് പറയില്ല. നിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് എല്ലാവരോടും പറ ഗംഗേ. ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ച കാര്യം മഹേട്ടനിപ്പോ ചെയ്തത്. പക്ഷേ അതെന്റെ ആഗ്രഹം മാത്രമായിരുന്നു മഹേട്ട.
എത്ര ആളുകള് ഈ നിമിഷം വരെ കാത്തിരുന്നത് ഇതിനു വേണ്ടിയല്ല. അവരെ എല്ലാവരെയും മഹേട്ടൻ വിഷമിപ്പിച്ചു. അത് തെറ്റാ മഹേട്ട. ഒരുപാട് ആഗ്രഹിച്ച ആളെ നേടാൻ കഴിയാത്തൊരു പെണ്ണിന്റെ മനസ്സ് എനിക്കറിയാം മഹേട്ട. എനിക്കത് മനസ്സിലാവും. ചേച്ചി മഹേട്ടൻ വിഷമിപ്പിച്ചു. അത് തെറ്റായിപ്പോയി മഹേട്ട. എന്നെ വിവാഹം കഴിക്കാനിരുന്ന നകുൽ ഇത്രയും പേരുടെ മുൻപില് അപമാനിക്കപ്പെട്ടു. അതും തെറ്റായിപ്പോയി മഹേട്ട. നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നേടാൻ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്നത് വലിയ തെറ്റാ മഹേട്ട. ഈ വിവാഹം ഞാൻ അംഗീകരിക്കില്ല. ഞാനും അംഗീകരിക്കില്ല. വിവാഹം ആർക്കും അംഗീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ ഇനി ഒരു പോംവഴിയേ ഉള്ളൂ. മഹി ഗംഗയെ ഉപേക്ഷിക്കണം. മറ്റൊരു മുഹൂർത്തം കണ്ടെത്തി നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള വിവാഹം വീണ്ടും നടത്തേണ്ടി വരും. എന്ത്? എന്തിനാണ് ഇനി മുഹൂർത്തം കാണുന്നത്? എന്തിനാണ് ഇനി അതിനുവേണ്ടി കാത്തിരിക്കുന്നത്? കുട്ടിക്കാലത്ത് താമരനൂലുകൊണ്ട് മാലയുണ്ടാക്കി പരസ്പരം കഴുത്തിലിട്ട് കല്യാണം കഴിക്കാറില്ലേ കുട്ടികള്? ഇതിനെ അതുപോലെ കണ്ടാ പോരെ? അത്രയൊരു പ്രാധാന്യം ഇതിനും കൊടുത്താ പോരെ? താലി ഒന്ന് അഴിച്ചു മാറ്റി കെട്ടിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞതാ നകുൽ. ഞങ്ങൾ ആരും ഈ വിവാഹം അംഗീകരിച്ചിട്ടില്ല. മഹി, നീ ഇവളുടെ കഴുത്തിൽ കെട്ടിയ താലി നീ തന്നെ അഴിക്കണം. എന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി കണ്ടെത്തിയ പെണ്ണായ ശ്രേയയുടെ കഴുത്തിൽ താലി കെട്ടണം. അതെ, അത് തന്നെ വേണം. ഗംഗേ, ആ താലി അഴിച്ച് തിരിച്ചു കൊടുത്തേക്ക്. പറ്റില്ലെങ്കിൽ ഞാൻ അഴിക്കാം. നിർത്താം. ഇവിടെ വച്ച് ഇനി ഒരു പ്രശ്നം വേണ്ട. അതെ, മുഹൂർത്ത സമയത്ത് കതിർമണ്ഡപത്തിൽ വെച്ച് കെട്ടിയ താലി ആ കതിർമണ്ഡപത്തിൽ വെച്ച് തന്നെ അഴിക്കരുത്. അത് വലിയ പാപമാണ്. കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കൂ.
സന്തോഷമായി. അച്ഛാ അച്ഛാ എനിക്ക് ഒത്തിരി സന്തോഷമായി അച്ഛാ. എന്റെ ഈ സന്തോഷത്തിന് കാരണം എന്റെ അച്ഛനാ. അപ്പൊ എന്റെ അച്ഛൻ ചെയ്തത് ശരിയല്ലേ ഗംഗേ? ഗംഗേ ആരൊക്കെ പറഞ്ഞാലും ഇനി ഗംഗ എന്നെ വിട്ടു പോവാൻ ഞാൻ സമ്മതിക്കൂല. ഗംഗ ഇനി എന്റെ അമ്മയാ. എനിക്കെന്തായാലും ഒത്തിരി സന്തോഷായി. അച്ഛൻ ശ്രേയെ കല്യാണം കഴിക്കുമെന്ന് കരുതി ഞാൻ ശരിക്കും പേടിച്ചിരിക്കായിരുന്നു. ഇപ്പൊ എനിക്ക് ഗംഗയെ തന്നെ അമ്മയായി കിട്ടിയല്ലോ. ഇനി കൈലാസം വീട്ടിൽ ചെന്ന് കയറിയ ശേഷം എന്തൊക്കെ സംഭവിക്കുമെന്തോ. ആരുടെ സമ്മതം ഇല്ലാതെ മഹേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ട് ആരെങ്കിലും എന്നെ അംഗീകരിക്കോ? അച്ഛനും ഗംഗ എന്താ മിണ്ടാതിരിക്കുന്നേ? അവര് പോലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നടന്ന കല്യാണമല്ലേ, അതിന്റെ ഷോക്ക് അവർ രണ്ടുപേർക്കും മാറിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ വിവാഹം നടക്കണമെന്നായിരുന്നു വിധി, അത് സംഭവിച്ചു. ഇനി സന്തോഷത്തോടെ ജീവിക്കുക. കൈലാസം വീട്ടിൽ എല്ലാവരും നിങ്ങളെ അംഗീകരിക്കാൻ കുറച്ച് സമയം എടുത്തേക്കും. എന്നാലും ഇനിയിപ്പോ അംഗീകരിക്കാതെ വേറെ വഴിയില്ലല്ലോ. ചെന്ന് കഴിയുമ്പോൾ ആരതി ഒഴിഞ്ഞ് ഗൃഹപ്രവേശനം നടത്താനുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവുമെന്നറിയില്ല. കല്യാണം കഴിഞ്ഞ് ആദ്യമായി വധുവും വരനും വീട്ടിലേക്ക് കയറുമ്പോൾ അവരെ ആരതി ഒഴിഞ്ഞ് ഐശ്വര്യത്തോടെ വീട്ടിലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങാത്. അതാരെങ്കിലും ചെയ്യില്ലെങ്കിൽ ഞാൻ ചെയ്യാം, അതുപോലെ. പാവ എന്റെ മോള്. ഈ വിവാഹം നടന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് അവളാ. അതാണ് എനിക്ക് കാണേണ്ടത്. മഹേട്ടൻ ശ്രേയയുടെ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിൽ എന്റെ മാളുവിന്റെ മനസ്സ് തകർന്നു പോയേനെ. ഇന്നവൾ ഹാപ്പിയാ. ഈ സന്തോഷം എന്നും എന്റെ മോക്കുണ്ടാവണം.